ചോദിച്ചു. ആ യുവാവിന് 25 വയസ്സാണ് പ്രായം. പേര് മുഹമ്മദ്. കച്ചവടം കഴിഞ്ഞ് സംഘം തിരിച്ചെത്തി. കൂടെ പോയവർ പറഞ്ഞത് വൻ ലാഭത്തിന്റെ കഥയായിരുന്നില്ല, അതിലും വലുതായിരുന്നു. ബീവി, ഈ ചെറുപ്പക്കാരന്റെ സത്യസന്ധത കണ്ടാൽ അത്ഭുതപ്പെട്ടുപോകും. ഒരിറ്റുപോലും കളവ് പറയുന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ അല്ലമീൻ എന്ന് വിളിക്കുന്നു. ഖദീജയുടെ ഹൃദയം നിറഞ്ഞു. ഇതാണ് താൻ അന്വേഷിച്ച സൽസ്വഭാവം. ഖദീജ ഒരു നിർണായക തീരുമാനമെടുത്തു. അവർ കാത്തിരുന്നില്ല. തൻ്റെ തോഴിയായ നഫീസയെ വിളിച്ച് ഒരു സന്ദേശം കൊടുത്തു. നഫീസ, നിങ്ങൾ മുഹമ്മദിനെ കാണണം, ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കാത്തത്? സത്യസന്ധതയ്ക്ക് വലിയ വില കൽപ്പിക്കുന്ന ഒരു ധനികയും ശ്രേഷ്ഠവുമായ സ്ത്രീ നിങ്ങളെ ആഗ്രഹിക്കുന്നു. അവർ ഖദീജയാണ്. മുഹമ്മദ് അത്ഭുതത്തോടെ തലകുനിച്ചു. അനാഥനായ തന്നെ മക്കയിലെ രാജ്ഞി ആഗ്രഹിക്കുന്നു. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അവരുടെ വിവാഹം നടന്നു. അതൊരു കരാർ മാത്രമായിരുന്നില്ല, അതൊരു അഭയകേന്ദ്രത്തിന്റെ സ്ഥാപനമായിരുന്നു. അടുത്ത 25 വർഷം ഖദീജ ബീവിയുടെ ജീവിതകാലം മുഴുവൻ മുഹമ്മദ് നബിക്ക് മറ്റു ഭാര്യമാർ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രണയം മക്കയിലെ മണൽക്കാട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു തണൽമരം പോലെയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മുഹമ്മദ് നബിക്ക് മക്കയിലെ അനാചാരങ്ങളും അന്ധകാരവും സഹിക്കാനായില്ല. അദ്ദേഹം